നമസ്കാരം. ഈ മാസം 9-ാം തീയതി ഇറാനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ദിനമാണ്. അവരുടെ പരമോന്നത നേതാവായിരുന്ന അയത്തുള്ള അലി ഖമേനിയുടെ അടുത്ത ദിവസം മുതൽ തന്നെ ഇതിനു വേണ്ടിയുള്ള ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. 9-ാം തീയതിയാണ് അദ്ദേഹത്തിൻ്റെ ഭൗതിക ദേഹം സംസ്കരിക്കുന്നത്. ഇറാൻ്റെ ചരിത്രത്തിൽ ഒരുപക്ഷെ ഇന്നോളം കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള അത്രയും സുശക്തമായ രീതിയിലുള്ള സുരക്ഷാ സന്നാഹങ്ങളാണ് ഇക്കുറി അവിടെ തയ്യാറാക്കുന്നത്. കാരണം ഇന്ത്യ ഉൾപ്പെടെയുള്ള ലോക രാഷ്ട്രങ്ങളിൽ നിന്നുള്ള ഭരണകർത്താക്കളും ഉന്നത പദവി വഹിക്കുന്നവരുമായ നിരവധി പേർ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ സുരക്ഷ ഉറപ്പുവരുത്തുക എന്നുള്ളത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നാണ്. ഇവിടെ നമ്മൾ ഓർക്കേണ്ടുന്നൊരു കാര്യം, ഹമാസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവിനെ വധിച്ചതുപോലും ഇറാനിൽ വെച്ചാണ് മൊസാദ്. അതുകൊണ്ട് തന്നെ അവർ മൊസാദിനെ എല്ലാ നിമിഷങ്ങളിലും ഭയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വരുന്നൊരു ചോദ്യം, ഈ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനായി ഇപ്പോഴത്തെ പരമോന്നത നേതാവായ അയത്തുള്ള അലി ഖമേനിയുടെ മകനായ മുസ്തഫ ഖമേനി പങ്കെടുക്കാൻ എത്തുമോ എന്നുള്ളതാണ്. മുസ്തഫ ഖമേനി ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തുകയില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ഇറാൻ്റെ പ്രതിനിധി ഇന്ത്യയിലെ മാധ്യമങ്ങളെ അറിയിച്ചിരിക്കുന്നത്. എന്ത് കാരണം കൊണ്ടാണ് മുസ്തഫ ഖമേനി പങ്കെടുക്കാത്തത് എന്നുള്ളതിന് വിശദീകരണങ്ങൾ പലതാണ്. കഴിഞ്ഞ ഫെബ്രുവരി 28-ാം തീയതി അയത്തുള്ള അലി ഖമേനിയെ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ആക്രമണം നടത്തി വധിച്ച സമയത്ത് മുസ്തഫ ഖമേനി അന്ന് രക്ഷപ്പെട്ടിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് അന്ന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു എന്നുള്ളതാണ് പിന്നീട് ലഭിച്ച വിവരം. എന്നാൽ ഈ പരുക്ക് ഏത് തരത്തിലുള്ളതാണ് എന്നുള്ളത് സംബന്ധിച്ച വ്യത്യസ്തമായ റിപ്പോർട്ടുകളാണ് പുറത്തു വന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു കാൽ നഷ്ടപ്പെട്ടു, അതിൻ്റെ വയറിനും കരളിനും തകരാറ് സംഭവിച്ചു, അദ്ദേഹത്തിൻ്റെ മുഖം വികൃതമായി തുടങ്ങിയ ഒരുപാട് വാർത്തകൾ പുറത്തു വന്നിരുന്നു. എങ്കിലും പിന്നീട് അമേരിക്ക തന്നെയാണ് പറഞ്ഞത് മുസ്തഫ ഖമേനി ഇപ്പോൾ ചികിത്സ കഴിഞ്ഞ് ഭേദപ്പെട്ടു വരുന്നുണ്ട് എന്നുള്ള കാര്യം. കൂടാതെ നേരത്തെ പുറത്തു വന്ന പല വാർത്തകളിലും മുസ്തഫ ഖമേനി കോമ സ്റ്റൈലാണ്, അതായത് അബോധാവസ്ഥയിൽ കഴിയുകയാണ്, അദ്ദേഹത്തിന് ചുറ്റും നടക്കുന്ന കാര്യമോ തന്നെ അടുത്ത പരമോന്നത നേതാവായി തിരഞ്ഞെടുത്ത കാര്യമോ പോലും ഇനിയും അറിയാൻ കഴിഞ്ഞിട്ടില്ല എന്ന് വാർത്തകൾ പുറത്തു വന്നിരുന്നു. അപ്പോൾ ഈയൊരു സന്ദർഭത്തിൽ മുസ്തഫ ഖമേനിയെ ഇവിടേക്ക് കൊണ്ടുവരുന്നത്, സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ കൊണ്ടുവരുന്നത് അങ്ങേയറ്റം സുരക്ഷാ ഭീഷണി ഉണ്ടാകുന്ന ഒരു കാര്യമാണ് എന്നാണ് ഇറാനിലെ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട സൈനിക വിഭാഗമായ IRGC കരുതുന്നത്. അതുകൊണ്ട് തന്നെ മുസ്തഫ ഖമേനിക്ക് തൻ്റെ പിതാവിൻ്റെ അന്ത്യകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ കഴിയുകയില്ല എന്നുള്ള കാര്യം ഇപ്പോൾ ഏതാണ്ട് വ്യക്തമായിരിക്കുകയാണ്. ഈ മാസം 1-ാം തീയതിയാണ് ഫെബ്രുവരിയിലെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മുസ്തഫ ഖമേനിയുടെ ഭാര്യ ഹമറയുടെ സംസ്കാര ചടങ്ങുകൾ നടന്നത്. ഈ സംസ്കാര ചടങ്ങിലും മുസ്തഫ ഖമേനി പങ്കെടുത്തിരുന്നില്ല. അതുപോലെ തന്നെ തൻ്റെ പിതാവിൻ്റെ സംസ്കാര ചടങ്ങിലും മുസ്തഫ ഖമേനി പങ്കെടുക്കുകയില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത്. ഈ സന്ദർഭത്തിൽ ഇസ്രായേലോ അമേരിക്കയോ ഇറാൻ നേർക്ക് ആക്രമണം നടത്തുമോ എന്നുള്ള സംശയം ഇപ്പോഴും ഇറാനിലെ ഭരണകൂടത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ ഇറാനിലെ സൈനിക വിഭാഗങ്ങൾ ഇപ്പോഴേ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്, അങ്ങനെ എന്തെങ്കിലും ശ്രമം ഇസ്രായേലോ അമേരിക്കയോ നടത്തിയാൽ അതിൻ്റെ പ്രത്യാഘാതം ഗുരുതരമായിരിക്കും എന്നാണ്. ഏതായാലും ഒരു വ്യക്തിയുടെ, അത് തങ്ങളുടെ ശത്രുവാണെങ്കിൽ പോലും ആ ഒരു വ്യക്തിയുടെ സംസ്കാര ചടങ്ങ് നടക്കുന്ന സമയത്ത് അങ്ങനെ ഇപ്പോൾ ഇസ്രായേലോ അമേരിക്കയോ ആക്രമിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അങ്ങനെ സംഭവിച്ചാൽ ലോകരാഷ്ട്രങ്ങളൊക്കെ തന്നെ വിരോധങ്ങൾക്ക് നേരിടേണ്ടി വരും എന്നുള്ള കാര്യം ഇസ്രായേലും അമേരിക്കയും നന്നായിട്ട് അറിയുകയും ചെയ്യാം. പക്ഷേ എങ്കിലും മൊസാദിനെ സംബന്ധിച്ചിടത്തോളം അവർ ആളുകളെ കൂട്ടത്തോടെ കൊല്ലുന്നതിന് പകരം കൃത്യമായി ആരെങ്കിലും ഒരാളിനെ ഉന്നമിട്ട് അയാളെ മാത്രം വധിക്കാനുള്ള ഒരുപാട് സാങ്കേതിക സംവിധാനങ്ങളുള്ളതാണ്. പലരെയും നേരത്തെ അവർ വധിച്ചതും ആ ഒരു രീതിയിലാണ്. അതുകൊണ്ട് തന്നെ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയാൽ മുസ്തഫ ഖമേനിയെയും ഒരുപക്ഷേ മൊസാദിൻ്റെ ഏജൻറ്റുമാർ വധിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ആയിരിക്കാം മുസ്തഫ ഖമേനി ഇങ്ങോട്ട് എത്തിക്കേണ്ടതില്ല എന്നവർ തീരുമാനിച്ചത്. ഇതിനോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ഇറാൻ അമേരിക്ക യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇടനിലയ്ക്കായി അല്ലെങ്കിൽ മധ്യസ്ഥരായി പ്രവർത്തിച്ചിരുന്ന പാകിസ്ഥാൻ്റെ സൈനിക മേധാവി അസീം മുനീറിനെ സ്വിറ്റ്സർലൻഡിൽ വെച്ച് വധിക്കാൻ മൊസാദ് ഒരു പദ്ധതി ഇട്ടിരുന്നു എന്നുള്ള വാർത്ത പുറത്തു വന്നിരുന്നു. കൃത്യമായ അവസാന നിമിഷം അമേരിക്ക മനസ്സിലാക്കിയതുകൊണ്ട് മാത്രമാണ് അസീം മുനീർ അന്ന് രക്ഷപ്പെട്ടത് എന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും ഇപ്പോൾ അസീം മുനീറും ആകെ ഭയന്ന് വിറച്ചാണ് കഴിയുന്നതെന്നാണ് പറയപ്പെടുന്നത്. കാരണം മൊസാദ് ഒരു തീരുമാനമെടുത്താൽ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ ലക്ഷ്യമിട്ടാൽ അവർ ആ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഏതായാലും ഈ വരുന്ന ദിവസങ്ങളിൽ ഇറാനിൽ വലിയ തോതിലുള്ള ഒരു VIP-കളുടെ പ്രവാഹം തന്നെ ഉണ്ടാകും എന്നുള്ള ഉറപ്പാണ്. അവരുടെ സുരക്ഷ ഉറപ്പാക്കുക എന്നുള്ളത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം ദുഷ്കരമായൊരു കാര്യമാണ്. ഒരുപക്ഷെ അതുകൂടി കൊണ്ടായിരിക്കാം മുസ്തഫ ഖമേനിയെ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുപ്പിക്കേണ്ടതില്ല എന്നുള്ള കാര്യം അവർ തീരുമാനിച്ചിട്ടുള്ളത്. എല്ലാത്തിലുപരി മുസ്തഫ ഖമേനിയുടെ ആരോഗ്യസ്ഥിതി എന്താണെന്നുള്ള കാര്യം ഇപ്പോഴും ആർക്കും അറിയില്ല. അദ്ദേഹം നേരത്തെ വാർത്തകൾ പുറത്തു വന്നിരുന്നത് പോലെ ഇപ്പോഴും അബോധാവസ്ഥ തന്നെ കഴിയുകയാണോ, അതോ അദ്ദേഹത്തിന് ശാരീരികമായ പ്രശ്നങ്ങളുണ്ട്, അദ്ദേഹത്തിൻ്റെ കാല് നഷ്ടപ്പെട്ടു എന്നൊക്കെ ഉള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു അപകടം അദ്ദേഹത്തിന് നേരിട്ടിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇനിയായിരിക്കും ലോകം അറിയാൻ പോകുന്നത്. എന്താണെങ്കിലും
ഫെബ്രുവരി 28-ന് കൊല്ലപ്പെട്ട അയത്തുള്ള അലി ഖമേനിയുടെ ഭൗതിക ശരീരം സംസ്കരിക്കുന്നത് ഈ ജൂലൈ 9-ാം തീയതിയാണ് എന്നുള്ള പറയുമ്പോൾ തന്നെ എത്ര ദീർഘമായ കാലയളവ് എടുത്താണ് ഇറാൻ ഈ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം എടുത്തത് എന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നേരത്തെ ബിൻ ലാദനെ വധിച്ച അമേരിക്ക അതിൻ്റെ മൃതദേഹം കടലിൽ താഴ്ത്തുകയായിരുന്നു എന്നുള്ള വാർത്തകൾ പിന്നീട് പുറത്തു വന്നിരുന്നു. അതുപോലെ ഇറാനിലും അത്തരത്തിലുള്ള നടപടികളിലേക്ക് അമേരിക്ക പോകാത്തത് ഒരുപക്ഷെ അറബ് രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ വിരോധം സമ്പാദിക്കേണ്ടതെന്ന് കരുതിയായിരിക്കാം എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. എന്താണെങ്കിലും മുസ്തഫ ഖമേനിക്ക് തൻ്റെ പിതാവിൻ്റെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ കഴിയുകയില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത്.